കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പ വച്ചിട്ട് ഒരു പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. പച്ചക്കപ്പയാണ് എടുത്തിരിക്കുന്നത്. തൊണ്ടക്കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനിയും ഇതിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്കിതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ ഈ ഒരു സൈസിലുള്ളതായിട്ടാണ് എടുക്കണേ കേട്ടോ. കുറച്ച് ഒരുപാട് ഇങ്ങനെ പൊടിയായിട്ടുള്ളതല്ല, അതിനേക്കും കുറച്ചുകൂടി വലുതായിട്ടുള്ളത്. അപ്പോൾ ഇനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ആദ്യം തന്നെ. അപ്പം നമ്മൾ കപ്പ മൊത്തം ചീമ്പി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നല്ല വെള്ളം, അതായത് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം വേണം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞെടുത്താൽ മതി. കാരണം അതിൻ്റെ ആ ഒരു നൂറുണ്ടാവുമല്ലോ ഈ കപ്പയിൽ, ഒരു കൊഴുപ്പ്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ എല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. മാക്സിമം നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് കളയാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നോർമലി പുട്ടുണ്ടാക്കണ പോലെ തന്നെ പൊടി ചേർത്ത് കൊടുക്കണം. അത് ഏത് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ജോവർ ഇട്ട് കൊടുക്കാം, ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം, അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഏത് പൊടിയാണെങ്കിലും ചേർത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് നാളികേരവും ഇതിങ്ങനെ ഇപ്പോൾ ഒരു എന്താ പറയുക, കുറച്ചൊരു നനവുണ്ട്. അപ്പോൾ അതിന് ഒന്നും കൂടിയും ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി വളരെ കുറച്ച് പൊടി ആവശ്യം വരുള്ളൂ. അപ്പോൾ ഏത് പൊടി, ഇപ്പോൾ ഞാനിപ്പോൾ അരിപ്പൊടി ഇട്ടിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ ജോവർ ഇട്ടിട്ടും ഗോതമ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. എല്ലാം നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ച് നാളികേരം, നമ്മൾ നോർമൽ പുട്ടുണ്ടാക്കണ പോലെ തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ഇതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ അതിനെ നനച്ചെടുത്തിട്ടുണ്ട്. തീരെ ഡ്രൈ ആയിട്ട് പോകരുത്, എന്നാൽ ഒരുപാട് വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പൊടിയാണ് ഒരു കപ്പ ചീമ്പിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളത് പുട്ടിന് നനയ്ക്കണ പോലെ തന്നെ ഇങ്ങനെ നനച്ച് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. തീരെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിങ്ങനെ പുട്ട് നമുക്ക് കുത്തിയെടുക്കുമ്പോൾ വളർന്ന് പോകും. അപ്പോൾ കുറച്ചൊരു നനവ് വേണം. ഈ രീതിയിൽ ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ വീഴുകയും വേണം, എന്നാൽ നനവുണ്ടാവും വേണം. നാളികേരവും ഞാൻ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊടിയും 1/2 കപ്പോളം ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഇനി നമുക്കിത് നോർമൽ പുട്ടുണ്ടാക്കണ പോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലെയറായിട്ട് ക്യാരറ്റും നാളികേരം കൂടി മിക്സ് ചെയ്തിട്ട് വച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നാളികേരം മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഇനി ഇതിനെ നിറച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ പുട്ട് വെക്കണേക്കാട്ടിലും ഒരു 5 മിനിറ്റ് കൂടി കൂടുതൽ വെക്കണുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് വെക്കണം. അപ്പോഴാണ് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റാണ്. നമുക്കിതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.